Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കാത്തിരിപ്പിനൊടുവിൽ തുലാപ്പത്ത് പിറന്നു. വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ഇനി മുതൽ അതീന്ദ്രിയ ഭംഗികളുടെ അനുഷ്ഠാന പെരുമ. ഇനി തെയ്യക്കാലം. കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളും തറവാടുമുറ്റങ്ങളും ഇനി കളിയാട്ടങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും അനുഷ്ഠാന മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വുമൺസ് പോളിടെക്നിക് കോളേജ് അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് 3.5 കോടി രൂപയുടെ ഭരണാനുമതി. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി എത്രയും വേഗത്തിൽ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സതീശൻ പാച്ചേനി 3ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി എം.കെ. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള തൃക്കരിപ്പൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്നാരോപിച്ച സംഘത്തിലേക്ക് UDF നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പശുവിനെ അണിയിച്ചു നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാത്തിരിപ്പിനൊടുവിൽ തുലാപ്പത്ത് പിറന്നു. വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ഇനി മുതൽ അതീന്ദ്രിയ ഭംഗിയുടെ അനുഷ്ഠാന പെരുമ. ഇനി തെയ്യക്കാലം. കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളും തറവാടുമുറ്റങ്ങളും ഇനി കളിയാട്ടങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും അനുഷ്ഠാന മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകും. കാത്തിരിപ്പിനൊടുവിൽ തുലാപ്പത്ത് പിറന്നു. വടക്കൻ കേരളത്തിലെ പള്ളിയറകളിൽ കുടികൊള്ളുന്ന ദൈവചൈതന്യം 10ാം ഉദയം എന്ന പുണ്യദിനം മുതൽ ഭക്തർക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന കാലം. ഇനിയുള്ള മാസങ്ങൾ വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ചെണ്ടമേളത്തിന്റെയും തോറ്റംപാട്ടിന്റെയും കാൽച്ചിലമ്പിന്റെയും മാസ്മരിക താളം മുഴങ്ങും. കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളും തറവാടുമുറ്റങ്ങളും ഇനി കളിയാട്ടങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും അനുഷ്ഠാന മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകും. തുലാപ്പത്തോടെ തുടങ്ങുന്ന ഈ തെയ്യക്കാലം വടക്കിന്റെ ജനതയ്ക്ക് വെറും ഉത്സവമല്ല, ജീവിതത്തിന്റെ നേർരേഖയാണ്. വിളവെടുപ്പിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയാണ്. കളിയാട്ടക്കടത്തിലെ ഓരോ അണിയറയും വർണ്ണങ്ങളുടെ പ്രപഞ്ചമായി മാറും. ഇവിടെയെല്ലാം ചായില്യവും മനയോലയും കരിമഷിയും ചേർന്ന് മുഖത്തെഴുത്തിന്റെ വിസ്മയങ്ങൾ വിരിയും. കുത്തുവിളക്കിലെ നാളം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും തിരികളായി എരിഞ്ഞു കത്തും. ചെമ്പട്ടും ചുവന്ന ഉടയാടകളും അണിഞ്ഞ് കടുത്ത വർണ്ണങ്ങളിൽ എഴുതിയ മുഖത്തോടെ തെയ്യങ്ങൾ ഉറഞ്ഞാടുമ്പോൾ അവിടെ ദൈവവും മനുഷ്യനും ഒന്നായി മാറും. ഉടുക്കുന്ന തുകിലിനും കുടിക്കുന്ന കഞ്ഞിക്കും വിഘ്നം വരുത്താതെ കാത്തുരക്ഷിക്കുമെന്ന് തെയ്യങ്ങൾ അരുളി ചെയ്യുമ്പോൾ ഭക്തന്റെ സങ്കടങ്ങൾക്ക് ആശ്വാസമാകുന്നു. തെയ്യക്കോലങ്ങൾ ഭക്തർക്ക് സ്നേഹത്തോടെയും അനുഗ്രഹത്തോടെയും നൽകുന്ന മഞ്ഞൾക്കുറി വെറും പ്രസാദമല്ല, അത് 1 വർഷത്തേക്കുള്ള കാവലാണ്. ഇനി ഇടവപ്പാതി വരെ മുച്ചിലോട്ടമ്മയായും പാലോട്ട് ദൈവമായും കണ്ണനാർക്കേളനായും കതിവനൂർ വീരനായും വിഷകണ്ഠനായും തായ്പര ദേവതയായും തെയ്യങ്ങൾ കാൽച്ചിലമ്പൊലി ഉതിർത്ത് ജനങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും അകറ്റി അനുഗ്രഹം ചൊരിയും. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്.
പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വുമൺസ് പോളിടെക്നിക് കോളേജ് അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് 3.5 കോടി രൂപയുടെ ഭരണാനുമതി. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി എത്രയും വേഗത്തിൽ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വുമൺസ് പോളിടെക്നിക് കോളേജ് അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിനായി 3.5 കോടി രൂപയുടെ ഭരണാനുമതിയായതായി TI മധുസൂദനൻ MLA അറിയിച്ചു. പുതിയ കെട്ടിടത്തിൽ ഓഫീസ് മുറി, സ്റ്റോർ റൂം, സ്ട്രോങ് റൂം, സ്റ്റേഷനറി, എക്സാമിനേഷൻ കൺട്രോൾ റൂം, വെയിറ്റിംഗ് ഏരിയ, പ്രിൻസിപ്പൽ ഓഫീസ് എന്നിവയും അനുബന്ധ ശുചിമുറികളും ഉൾപ്പെടെ ആകെ 1165 ചതുരശ്ര മീറ്ററിലാണ് നിർമ്മാണം. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർവഹണ ചുമതല. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി എത്രയും വേഗത്തിൽ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സതീശൻ പാച്ചേനി 3ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന സതീശൻ പാച്ചേനിയുടെ 3ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. KP മോഹനൻ, KK ഫൽഗുനൻ, A രൂപേഷ്, PM പീതാംബരൻ, P ശശിധരൻ, M പ്രദീപ് കുമാർ, VV ഉണ്ണികൃഷ്ണൻ, പുഷ്പ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള തൃക്കരിപ്പൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി നടന്നുവെന്നാരോപിച്ച സംഘത്തിലേക്ക് UDF നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പശുവിനെ ആനയിച്ച് നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ തൃക്കരിപ്പൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയായ M അജേഷിനെതിരെ സംഘം ഭരണസമിതി ചന്ദേര പോലീസിൽ പരാതി നൽകുകയും സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതോടെയാണ് സംഭവത്തിൽ UDF മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടിയുമായി രംഗത്തിറങ്ങിയത്. CPM തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ കമ്മിറ്റി പരിധിയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചുവരുന്ന ക്ഷീരവ്യവസായ സഹകരണ സംഘം കെടുകാര്യസ്ഥത മൂലമാണ് കടബാധ്യതയിലായതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാലിത്തീറ്റയ്ക്ക് നൽകിയ തുക സംഘം തിരിമറി നടത്തിയെന്ന ആരോപണവുമായാണ് ക്ഷീരസംഘം ഓഫീസിലേക്ക് UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. എനിക്കുള്ള തീറ്റയെവിടെ എന്ന ചോദ്യമുയർത്തുന്ന പ്ലക്കാർഡ് തൂക്കിയ പശുവിനെ നടത്തിയാണ് വടക്കേക്കോവൽ റോഡിലെ ക്ഷീരസംഘം ഓഫീസിലേക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും UDF മാർച്ച് നടന്നത്. ക്ഷീരസംഘം പ്രവർത്തനത്തിന്റെ മറവിൽ പഞ്ചായത്തിന്റേതുൾപ്പെടെയുള്ള പൊതുവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവരെ ജയിലിലടയ്ക്കണമെന്ന ആവശ്യവുമായാണ് UDF മാർച്ച് നടത്തിയത്. ക്ഷീരസംഘം ഓഫീസിനു മുന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം പല തൊട്ടപ്പം മുതൽ താഴെത്തട്ടിലുള്ളവൻ വരെ കിട്ടിയവൻ കൊള്ളയടിക്കുന്ന സമീപനവുമായി കേരളത്തിൽ അങ്ങോളം CPM പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണ് കരുവന്നൂർ ബാങ്ക്. ഇന്ന് പത്രത്തിൽ വാർത്ത കണ്ടു. നിങ്ങൾ 82 പേരെ AC മൊയ്തീൻ, മുൻ മന്ത്രി, CPM ജില്ലാ സെക്രട്ടറി സഖാവ് കണ്ണൻ, അവരെല്ലാം ഉൾപ്പെടെ 82 പേർ പ്രതികളായിക്കൊണ്ട് ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് കേരളത്തിലെ പ്രാദേശിക സാമ്പത്തിക പുരോഗതിയിൽ സഹകരണ മേഖല വഹിച്ച പങ്ക് അദ്വിതീയമാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. S കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, M രജീഷ് ബാബു, സത്തർ വടക്കുംപാട്, P കുഞ്ഞിക്കണ്ണൻ, VV അബ്ദുള്ള ഹാജി, KV വിജയൻ, TS നജീബ്, VPP ഷുഹൈബ്, ഷംസുദ്ദീൻ IT, ഫായിസ് ബീരിച്ചേരി, KP ദിനേശൻ, TP അഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. കാങ്കോൾ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം
ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു. കാങ്കോലിൽ നടന്ന ചടങ്ങിൽ ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ കൂടി ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും നമുക്ക് നൽകേണ്ട ചില കാര്യങ്ങളാണ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ GST നമ്മൾ പറഞ്ഞു മതിയാതെ മടക്കുന്നു. ആ പൈസ മുഴുവനും പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്ക്. മുൻപ് VAT നികുതി സമ്പ്രദായം ഉണ്ടായപ്പോൾ സംസ്ഥാന ഗവൺമെന്റാണ് നികുതിയുടെ വരുമാനം മുഴുവൻ ലഭിച്ചത്. അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പോകുന്നതിനായി ഏക നികുതി സമ്പ്രദായം രാജ്യത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് K പത്മിനി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, സതീശൻ മാസ്റ്റർ TM, സുരേഷ് ബാബു KV, C രമേശൻ, KP കണ്ണൻ, ഡോക്ടർ സജ്ന NAV, P ഉഷ, രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CPI 100ാം വാർഷികത്തോടനുബന്ധിച്ച് CPI പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശതാബ്ദി സമ്മേളനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം നിർവഹിച്ചു. CPI 100ാം വാർഷികത്തോടനുബന്ധിച്ച് CPI പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശതാബ്ദി സമ്മേളനം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം നിർവഹിച്ചു. എങ്ങനെയാണ് ഈ ജില്ലയിൽ കരുത്തുറ്റ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്? പലരും ചോദിക്കും, CPI ഒരു ചെറിയ പാർട്ടിയാണല്ലോ. CPI ചില കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ആ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരികയും ചെയ്യും. നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ വിമർശിക്കുന്നവർ എല്ലാവരും പലരും ഉയർത്തി കൊണ്ടുവരും. ഞാൻ തന്നെ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു, എല്ലാവർക്കും ചേരാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല CPI. എല്ലാ ആളുകൾക്കും ചേരാൻ കഴിയുന്ന ഒരു പാർട്ടിയായി CPI മാറിയാൽ പിന്നെ CPIക്ക് ഒരു പ്രസക്തിയില്ല. കുറെ രാഷ്ട്രീയ എതിരാളികൾ CPI ആശയപരമായി എതിർക്കുന്നവരുണ്ടാവുമ്പോഴാണ് CPIയുടെ പ്രസക്തി. നാട്ടിൽ കണ്ട എല്ലാ ആളുകൾക്കും ഒപ്പം ചേരാൻ കഴിയുന്ന ഒരു പാർട്ടിയാകുമ്പോൾ പിന്നെ അതൊരു BJP പോലെ ആയിരിക്കും. അതൊരു പ്രസക്തിയില്ല ആർക്കും. ഇന്നലെ വരെ എന്ത് പറഞ്ഞവർക്കും പോയി ചേരാൻ പറ്റും, അങ്ങനെ ആകുക എന്ന് പറയുമ്പോൾ അത് യാതൊരു ആശയപരമായ പ്രതിബദ്ധതയില്ലാത്ത, ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാത്ത ഒരാൾക്കൂട്ടം മാത്രമായിട്ട് മാറും. KV ബാബു അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അജിത് കോളാടി മുഖ്യ പ്രഭാഷണം നടത്തി. CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, M രാമകൃഷ്ണൻ, KR ചന്ദ്രകാന്ത്, V ബാലൻ, KV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പയ്യന്നൂർ ടൗണിൽ റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ മാർച്ച് 30-ന് കരിവെള്ളൂർ കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത കവിയും പ്രഭാഷകനുമായ മുരുകൻ കാട്ടാക്കടയാണ്. PM ശ്രീ വിവാദം കത്തിനിൽക്കുന്ന ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തുന്ന വിദ്യാഭ്യാസ പരിഷ്കാരത്തെപ്പറ്റി കവി അന്ന് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് കേരളത്തിന്റെ കേരള ചരിത്ര പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് NCERT. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ പഠന ഗവേഷണ സ്ഥാപനമായ NCERT പറയുന്നു, എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കണം? ഒരു ചാപ്റ്ററിന്റെ ആവശ്യമില്ല, ഒരു പാരഗ്രാഫ് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചുള്ള ഭാഗം ഇപ്പോൾ ഒരു ചാപ്റ്റർ ഇല്ല, പകരം എത്രയേ ഉള്ളൂ? ഒരു പാരഗ്രാഫേ ഉള്ളൂ. അവർ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ, നമ്മൾ പറയുന്നത് എന്താ?
ശ്രീനാരായണ ഗുരുദേവനാണ് ഞങ്ങളുടെ നവോത്ഥാന കേരളത്തിന്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്നു. മലയാളിയെ, കേരളീയനെ കേരളീയനായി ലോകം മുഴുവൻ തിരിച്ചറിയാൻ ഇടയാക്കിയ മഹാനായ ആത്മഗുരു മാത്രമല്ല, ഭൗതികമായ ഞങ്ങളുടെ നേതാവ് കൂടെ ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം കൊളുത്തിവെച്ച നവോത്ഥാനത്തിന്റെ ആ വലിയ ദീപശിഖയേറ്റാണ് ഞങ്ങൾക്ക് വെളിച്ചം കിട്ടിയത്. ഞങ്ങളെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച നാടിനെ ഇപ്പോൾ ലോകം മുഴുവൻ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ച നവോത്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നവോത്ഥാനത്തിന്റെ നായകനായി പിതാവ്, നവോത്ഥാന കേരളത്തിന്റെ പിതാവെന്ന് ഞങ്ങൾ വിളിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ ഞങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതിന്റെ ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ആത്മീയ നേതാവായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം ജീവിച്ചിരുന്ന ഒരാത്മീയ നേതാവ്. അദ്ദേഹം കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലെ പ്രാദേശികമായി പലയിടത്തും പല ആത്മീയ നേതാക്കന്മാരും ജീവിച്ചിരുന്നിട്ടുണ്ട്. കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തമിഴ്നാട്ടിലും അങ്ങനെ പ്രാദേശികമായി ചില ഗുരുദേവന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. ആന്ധ്രയിലും ഗുജറാത്തിലും എല്ലാം ഉണ്ട്. ആ കാലഘട്ടത്തിൽ പ്രാദേശികമായ ആചാര്യന്മാർ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം മതി, ഒരു പാരഗ്രാഫ് വീതം പഠിപ്പിച്ചാൽ മതി എല്ലാവരെയും എന്നാണ്. നോക്കൂ, നമ്മുടെ ചരിത്രത്തിൽ നിന്ന് എങ്ങനെയാണ് സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്ന്. കുഞ്ഞിമംഗലം മുഹ്യുദ്ദീൻ പള്ളി കുറുവാട് അമ്പലം റോഡ് പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. റോഡ് നിർമ്മാണ പദ്ധതിക്കായി എം വിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുഹ്യുദ്ദീൻ പള്ളി കുറുവാട് അമ്പലം റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. നിരന്തരമായ ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ നമ്മളിത് നേരത്തെ തന്നെ ഈ ഫണ്ട് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ നിരന്തരമായി ഇത് ടെൻഡർ ചെയ്ത ഒരു ഘട്ടത്തിലും ആരും എടുക്കാൻ തയ്യാറാകാത്ത ഒരു ഘട്ടമുണ്ട്. കാരണം നിയമപ്രകാരം നമുക്ക് ഓരോ ടെൻഡറിങ്ങിനും ചുരുങ്ങിയത് 1 മാസം നടപടിക്രമമുണ്ട്. അങ്ങനെ നിരന്തരമായി പോയി അവസാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 215 മീറ്റർ നീളത്തിൽ റോഡ് ടാറിംഗ് ചെയ്തും 4 മീറ്റർ നീളത്തിൽ ക്രോസ് ഡ്രെയിൻ ചെയ്തും 120 മീറ്റർ നീളത്തിൽ സൈഡ് ഡ്രെയിൻ കവറിംഗ് സ്ലാബ് ഉൾപ്പെടെ റോഡ് നിർമ്മാണ പദ്ധതിക്കായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. വാർഡംഗം ഇ സന്ദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ കരുണാകരൻ മാസ്റ്റർ, കെ ശോഭ, PK ഷീബ, KV വാസു, V ശങ്കരൻ, K ഹരിദാസൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആചാരപ്പെരുമയിൽ കണ്ടോത്ത് ശ്രീ കോർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിത്തുപൊതി സമർപ്പണം നടന്നു. തായത്തുവയലിലെ ചേടമ്പത്തെ തറവാട്ടിൽ നിന്നും കണ്ടോത്ത് കിഴക്കേക്കോവൽ ചെറുകണിയൻ തറവാട്ടിൽ നിന്നും എത്തിച്ചാണ് വിത്തുപൊതി സമർപ്പണം നടത്തുന്നത്. പത്താമുദയ ചടങ്ങുകളുടെ ഭാഗമായാണ് തായത്തുവയലിലെ ചേടമ്പത്തെ തറവാട്ടിൽ നിന്നും കണ്ടോത്ത് കിഴക്കേക്കോവൽ ചെറുകണിയൻ തറവാട്ടിൽ നിന്നും എത്തിച്ച വിത്തുപൊതി സമർപ്പണം നടന്നത്. പാരമ്പര്യമായി ഈ തറവാടുകളിൽ നിന്ന് വിത്തുപൊതികൾ എത്തിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ അന്തിതിരിയനും മറ്റ് ക്ഷേത്രശന്മാരും ചേർന്ന വിത്തുപൊതികൾ ഏറ്റുവാങ്ങി. ക്ഷേത്രത്തിലെ നിവേദ്യത്തിനു ശേഷം കിഴക്കേ പടിപ്പുരയിൽ തറവാട്ടുകാർ ചാണകം മെഴുകിയ കൂട്ടയിൽ എത്തിക്കുന്ന നെൽവിത്തും വിത്തുപൊതികളും ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ പൂലിൻകീഴിൽ ദൈവത്തിന്റെ മുന്നിൽ എത്തിക്കും. ഇവിടെ നിന്ന് ഇളനീർ ആടി ഈ വിത്തുകൾ ക്ഷേത്രശന്മാർ ഏറ്റെടുക്കും. തുടർന്ന് അന്തിതിരിയൻ ഈ തറവാട്ടുകാർക്ക് മഞ്ഞൾക്കുറി ചിറ്റിലയിൽ നൽകും. ക്ഷേത്രത്തിലേക്ക് നെൽവിത്ത് കൊണ്ടുവന്ന കുടുംബക്കാർക്ക് കുട്ടയിൽ ഇലവെച്ച് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ ഉണക്കലരി പ്രസാദം വെള്ളപ്പായസം നൽകും. ഇതുമായി ഈ കുടുംബക്കാർ അവരുടെ തറവാട്ടിലേക്ക് പോകും. അവരുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ഇവർ എത്തിയതിനു ശേഷമാണ് പത്താമതേ ചടങ്ങുകൾ നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കുഞ്ഞിമംഗലം മണ്ഡലം 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന സതീശൻ പാച്ചേനിയുടെ 3ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. കുഞ്ഞിമംഗലം മണ്ഡലം 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ DCC പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന സതീശൻ പാച്ചേനിയുടെ 3ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. മൂശാരിക്കോവൽ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ KV സതീഷ് കുമാർ, VV പ്രകാശൻ മാസ്റ്റർ, AV തമ്പാൻ, രാജീവൻ P, രതീഷ് കുമാർ EP, TV ഗോപി, പ്രഭാകരൻ P, TV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അനുവദിച്ച ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. എരിപുരം മാടായ ബാങ്ക് PCC ഹാളിൽ നടന്ന ചടങ്ങിൽ സമഗ്ര ശിക്ഷ ജില്ലാ പ്രൊജക്ട് ഓഫീസർ EC വിനോദ് അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെന്റ് എയ്ഡഡ് LP UP സ്കൂളുകൾക്കും ലാപ്ടോപ്പുകളും 12 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 12 ലക്ഷം രൂപയുടെ ഹൈടെക് കമ്പ്യൂട്ടർ ലാബും അനുവദിക്കുന്നതിന് M. വിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.50 കോടി രൂപയാണ് അനുവദിച്ചത്. മണ്ഡലത്തിലെ 92 LP UP സ്കൂളുകൾക്ക് ലാപ്ടോപ്പുകളും 12 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും കമ്പ്യൂട്ടറും പ്രൊജക്ടറും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെയാണ് അനുവദിച്ചത്. ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. സ്കൂളുകളിൽ MLA ഫണ്ടിൽ നിന്ന് തന്നെ 12 ലക്ഷം വീതം വെച്ചുകൊണ്ടാണ് ഈ ലാബ് തയ്യാറാക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടും. ഇപ്പൊ LP UP പഠിക്കുന്ന മക്കൾ നിങ്ങൾ ഹൈസ്കൂളുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കും എത്തുമ്പോൾ നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കുന്നത്. 30 ലാപ്ടോപ്പുകളുണ്ട്, പ്രൊജക്ടർ, അത്യാധുനികമായ പ്രൊജക്ടറുകളുണ്ട്. അങ്ങനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ 12 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൺവീനർ CV സുരേഷ് ബാബു, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. നിഷ, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രതി, കല്യാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ C, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ ഡോക്ടർ KKP സംഗീത, ജാൻസി, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, പ്രിൻസിപ്പൽ ഫോറം കൺവീനർ ശ്രീലത KR, HM ഫോറം കൺവീനർ സന്ദീപ് ചന്ദ്രൻ CP, K. രഞ്ജിത്ത്, മാടായി BPO MB വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുവത്തൂർ അച്ചാംതുരുത്തിയിൽ CPM ഓഫീസിൽ പ്രവർത്തിക്കുന്ന അഴീക്കോടൻ സ്പോർട്സ് ക്ലബിനു നേരെ പടക്കമെറിഞ്ഞതായി പരാതി. അക്രമം തടയാനെത്തിയ DYFI പ്രവർത്തകയ്ക്ക് പരിക്കേറ്റു. വള്ളംകളിയിൽ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് സംഭവമെന്നാണ് ആരോപണം. വള്ളംകളിയിൽ വിജയിച്ച മറ്റൊരു ക്ലബിന്റെ പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് CPM ബ്രാഞ്ച് കമ്മിറ്റി ആരോപിച്ചു. വള്ളുവൻകടവിൽ ഞായറാഴ്ച നടന്ന ജലോത്സവത്തിൽ അച്ചാന്തുരുത്തിയിലെ മറ്റൊരു ക്ലബ്ബ് വിജയം നേടിയിരുന്നു. പാലത്തിനു മുകളിൽ വിജയികളായ ടീമിന്റെ ആരാധകർ പടക്കം പൊട്ടിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. CPM അച്ചാന്തുരുത്തി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന അഴീക്കോടൻ സ്പോർട്സ് ക്ലബിന് നേരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഉൾപ്പെടുന്ന സംഘമാണ് പടക്കമെറിഞ്ഞതെന്ന് CPM ആരോപിച്ചു. ക്ലബിന് നേരെയുള്ള ആക്രമണം ചെറുക്കാനെത്തിയ പ്രദേശത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സംഘം ആക്രമിച്ചതായും ഇവർ പറഞ്ഞു. പരിക്കേറ്റ DYFI പ്രവർത്തക വബിത ജിബിനെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നമ്മൾ 45ഓളം അടങ്ങുന്ന സ്ത്രീകളും കുട്ടികളടങ്ങും ബസ് തിരികെ വരുന്ന സമയത്ത് അച്ചാന്തുരുത്തി അഴീക്കോടൻ ജംഗ്ഷനിൽ വെച്ചിട്ട് കുറച്ച് അച്ചാന്തുരുത്തി പടിഞ്ഞാറുള്ള കുറച്ച് ആൾക്കാർ വന്ന് തടയുകയായിരുന്നു. നമ്മൾ ബസ്സിൽ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടായിട്ടു. തടഞ്ഞു നിർത്തി വെടിപൊട്ടിക്കലും പിന്നെ ഒരുപാട് ബഹളങ്ങളും ഉണ്ടാക്കി. കുട്ടികളെല്ലാം കരയുന്ന അവസ്ഥയിൽ വരെ എത്തി. വള്ളംകളിയുടെ ആഹ്ലാദ പ്രകടനത്തിന്റെ മറവിൽ പാർട്ടി ഓഫീസിനും വനിതാ പ്രവർത്തകർക്കും നേരെ നടത്തിയ ആക്രമണത്തിൽ CPM അച്ചാന്തുരുത്തി ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധിച്ചു. പരിക്കേറ്റ് ചികിത്സയിലുള്ള ബബിതയെ CPM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി K. ബാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ T. നാരായണൻ, M. കമലാക്ഷൻ, തുരുത്തി ലോക്കൽ സെക്രട്ടറി PV കൃഷ്ണൻ, C. നാരായണി, N. രാംദാസ് തുടങ്ങിയവർ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂരിന്റെ ഭക്ഷണപ്പെരുമയ്ക്ക് ഒരു മുതൽക്കൂട്ട്. പയ്യന്നൂർ തായ്നേരി റോഡിൽ ഗ്രേസി കഫേ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷണപ്രിയർക്കായി വ്യത്യസ്തങ്ങളായ നിരവധി ഭക്ഷണപാനീയങ്ങൾ ഇവിടെ ഒരുക്കുന്നു. പയ്യന്നൂർ തായ്നേരി റോഡിൽ പുതിയതായി ആരംഭിച്ച ഗ്രേസി കഫേയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ M. ബഷീറും ഫുഡി ഫ്രം പ്രണവ് പയ്യന്നൂരും ചേർന്ന് നിർവഹിച്ചു.
ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുൾ ജബ്ബാർ, എൻ അഷറഫ്, നാസർ കോട്ടപ്പുറം, സിയാദ് ടോപ്പ് ഫോം, MC അസീസ്, അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭക്ഷണപ്രിയർക്കായി സ്നാക്സ് മീൽ, ഡിന്നർ മീൽ, ചിക്കൻ ബർഗർ, പൊറോട്ട ബർഗർ തുടങ്ങി വ്യത്യസ്തങ്ങളായ നിരവധി ഭക്ഷണങ്ങളും പാനീയങ്ങളും ഗ്രേസി കഫേയിൽ ഒരുക്കുന്നു. കൂടാതെ 3 കിലോമീറ്ററിനുള്ളിൽ സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം നേടി തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫിന്റെയും PTA-യുടെയും ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. BJP പുഞ്ചക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കായിക പ്രതിഭകൾക്ക് സ്വീകരണം നൽകി. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ 3000 മീറ്റർ വാക്കിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ നിരഞ്ജന PV, സംസ്ഥാന സ്കൂൾ ഗെയിംസ് ബാഡ്മിന്റൺ സിൽവർ മെഡൽ നേടിയ കണ്ണൂർ ജില്ലാ ടീം അംഗം ഗംഗാദേവി, കരാട്ടയിൽ വെങ്കല മെഡൽ നേടിയ സിദ്ധാർത്ഥ് VV, കേരള സ്കൂൾ ഫുട്ബോൾ ടീം സെലക്ഷൻ ലഭിച്ച അഭിഷേക് TV, കേരള സ്കൂൾ ഒളിമ്പിക്സ് 2025 സൈക്ലിംഗിൽ മികച്ച വിജയം നേടിയ ആദിത്യൻ EP എന്നിവർക്കാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, വാർഡ് മെമ്പർ K പങ്കജാക്ഷൻ, പ്രിൻസിപ്പൽ CBS നായർ, PTA പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ K, കരുണാകരൻ മാസ്റ്റർ, PTA അംഗങ്ങൾ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. 3 കിലോമീറ്റർ നടത്തത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ നിരഞ്ജന PV-യെ BJP പുഞ്ചക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. മേഖലാ സെക്രട്ടറി പനക്കീൽ ബാലകൃഷ്ണൻ, പുഞ്ചക്കാട് ഏരിയ പ്രസിഡന്റ് ബിജു പുഞ്ചക്കാട്, SC മോർച്ച ജില്ലാ സെക്രട്ടറി സുജിത് കേളോത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, അശോകൻ, ദിവാകരൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്നൂർ കാറമേൽ ശ്രീ പാടിയിൽ കോട്ടം അഴീക്കോട് ഗുരുനാഥൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസം കാലിച്ചാൻ ദൈവം, ഗുളികൻ, അഴീക്കോട് ഭഗവതി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കാറമേൽ ശ്രീ പാടിയിൽ കോട്ടം അഴീക്കോട് ഗുരുനാഥൻ ദേവസ്ഥാനത്ത് 3 ദിവസങ്ങളിലായി കളിയാട്ട മഹോത്സവം നടന്നു. സമാപന ദിവസമായ തിങ്കളാഴ്ച കാലിച്ചാൻ ദൈവം, ഗുളികൻ, വിഷ്ണുമൂർത്തി, അഴീക്കോട് ഭഗവതി, കൂമനാട്ടി തെയ്യക്കോലങ്ങൾ തുടങ്ങിയവ അരങ്ങിലെത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മൂർത്തിയായ കരിഞ്ചാമുണ്ടി അമ്മയുടെ പുറപ്പാട് നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും ഉണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ആംബിയർ ITI-യിൽ ഉന്നത വിജയം കൈവരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ ക്ലാസും നടന്നു. പയ്യന്നൂർ ആംബിയർ ITI-യിൽ ഉന്നത വിജയം കൈവരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മാനേജിംഗ് ഡയറക്ടർ KK ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ ശരത് K സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ M വിജയൻ, അധ്യാപകരായ നഷാദ് ബീരാൻ, PK ഗോപിനാഥൻ, സജിൻ രാജ്, സവിത MK, സജിന, ആദിത്യചന്ദ്രൻ, ഷീല ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ പോരാടാം ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് താവം നാടകോത്സവത്തിന് ഒക്ടോബർ 29-ന് തിരിതെളിയും. താവം കൂർബ ഓഡിറ്റോറിയം സംഘടിപ്പിക്കുന്ന 2ാമത് താവം നാടകോത്സവം 29 മുതൽ നവംബർ 1 വരെ താവം ശ്രീ കൂർബ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 29-ന് വൈകിട്ട് 6 മണിക്ക് ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയകുമാർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണ എന്ന നാടകം അവതരിപ്പിക്കും. 30-ന് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ, 31-ന് തിരുവനന്തപുരം അജന്തയുടെ വംശം നാടകം, നവംബർ 1-ന് തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം എന്നീ നാടകങ്ങൾ അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ PP സന്തോഷ്, K സന്തോഷ്, P ചന്ദ്രൻ, M ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് മാതമംഗലം ബ്ലോക്ക് സമ്മേളനം കൈതപ്രത്ത് നടന്നു. ജില്ലാ സെക്രട്ടറി NV മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് മാതമംഗലം ബ്ലോക്ക് സമ്മേളനം കൈതപ്പുറത്ത് നടന്നു. ജില്ലാ സെക്രട്ടറി NV മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കി അവർക്ക് വേണ്ട ഒത്താശ അവസാന പാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം കഴിഞ്ഞ കാലഘട്ടം നമുക്കറിയാം, നമ്മളെ DA മുഴുവൻ ഇവിടെ മരവിപ്പിച്ചപ്പോൾ പോലും ഇതിനെതിരെ സംസാരിക്കാൻ ഒരു പെൻഷൻ സംഘടനകളും തയ്യാറായില്ല. കാരണം പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് അവസാന പാടുന്നു, CPM-നും അവരേക്കും. അതുപോലെ അസോസിയേഷൻ കോൺഗ്രസിന് എന്താണോ പറയുന്നത് അത് ചെയ്യുന്ന തരത്തിൽ. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ദേശീയതയ്ക്കും ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ശക്തി പകരുന്ന ഒരു പെൻഷൻ സംഘടന വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 27 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അംഗസംഖ്യയിൽ കുറവാണെങ്കിൽ പോലും ബ്ലോക്ക് പ്രസിഡന്റ് M ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് ബാബു കൈതപ്രം മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ സമിതി അംഗം TS ഉണ്ണി, BMS ജില്ലാ പ്രസിഡന്റ് ജഗദീശൻ, NDU ജില്ലാ വൈസ് പ്രസിഡന്റ് P ശ്രീജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് CI ശങ്കരൻ മാസ്റ്റർ, സംസ്ഥാന കൗൺസിൽ അംഗം E ശംഭു നമ്പൂതിരി, P നാരായണൻ നമ്പൂതിരി, AK നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. യുവ ഹോപ്പ് ലഹരി വിരുദ്ധ സന്ദേശ പ്രതിജ്ഞ ഒക്ടോബർ 30-ന് പിലാത്രയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും അതിവേഗം പടരുന്ന രാസലഹരികളോടും മദ്യത്തിനോടുമുള്ള ആസക്തി തടയുക എന്ന ലക്ഷ്യത്തോടെ പിലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും പിലാത്ര സെന്റ് ജോസഫ് കോളേജും വിളയാങ്കോട് വിറാസ് കോളേജും ഒത്തുചേർന്ന യുവ ഹോപ്പിന്റെ ബാനറിൽ പയ്യന്നൂർ, തളിപ്പറമ്പ് താലൂക്കുകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യഘട്ടമായി ഒക്ടോബർ 30-ന് വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പിലാത്ര സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ടിൽ 15,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ലഹരിവിരുദ്ധ പ്രതിജ്ഞയും തുടർന്ന് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ബോധവൽക്കരണ പരിപാടികൾ, ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കുട്ടികൾ വഴി വിവരശേഖരണം നടത്തി അത് അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്ക് കൈമാറുന്ന ജാഗ്രതാ പദ്ധതി, ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്കായി ലഹരി വിമുക്ത ചികിത്സാ സംവിധാനമൊരുക്കൽ, പ്രത്യേക ട്രെയിനർമാർക്കും അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമായി പരിശീലന പരിപാടി ഒരുക്കി 1000 പേരുടെ സന്നദ്ധ പ്രതിരോധ സേനാ രൂപീകരണം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. 30-ന് നടക്കുന്ന ലഹരിവിരുദ്ധ പ്രതിജ്ഞാ സമ്മേളനം ഫാദർ ജോർജ് പൈനാടത്തിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ രൂപതാ സഹായമെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരിയുടെ അനുഗ്രഹ പ്രഭാഷണത്തോടെ ആരംഭിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമ്മേളനവും, M വിജിൻ MLA ലഹരിവിരുദ്ധ ജാഗ്രതാ പദ്ധതിയും, TI മധുസൂദനൻ MLA ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ജില്ലാ പോലീസ് മേധാവി അനോജ് പലിവാൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. മുൻ MLA TV രാജേഷ് മുഖ്യപ്രഭാഷണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തും. വിവിധ മേഖലകളിലെ പ്രമുഖർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ രാജൻ ഫൗസ്റ്റോ, KS ജയമോഹൻ, ഡോക്ടർ PK അബു ഇഷഹാഖ്, ഡോക്ടർ TJ ഷാജിമോൻ, ജാക്ലിൻ ബിന്ന സ്റ്റാൻലി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ സ്മൃതി സംഘടിപ്പിച്ചു. വായനശാല മുറ്റത്ത് നടന്ന പരിപാടിയിൽ പുക്കാസ പയ്യന്നൂർ മേഖലാ സെക്രട്ടറി KV പ്രശാന്ത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കാങ്കോൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ സ്മൃതി സംഘടിപ്പിച്ചു. വായനശാല മുറ്റത്ത് നടന്ന പരിപാടിയിൽ പുക്കാസ പയ്യന്നൂർ മേഖലാ സെക്രട്ടറി KV പ്രശാന്ത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, ദേശീയ പ്രക്ഷോഭം, ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭം അതൊരു ആശയമാണ്. അത് ഏതെങ്കിലും ഒരു സമരം എന്നുള്ള നടക്കുക, അതൊരു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ഒരു ആശയമാണ്. രണ്ടാമത്തത്. മൂന്നാമത്തത്, നാം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇടതുപക്ഷ ബോധമുണ്ട്. ഈ ഇടതുപക്ഷ ബോധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെയല്ല. നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അല്ലേ ഏതെങ്കിലും ഒരു മുന്നണിയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ല, മറിച്ച് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കറിയാം, കേരളത്തിനകത്ത് KPCCയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് നിന്ന 2 മനുഷ്യരെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ഒന്ന് EMS സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റായിട്ട് നമുക്കറിയാം. അപ്പോൾ പ്രസിഡന്റായിട്ട് നിന്നാൾ പിന്നീട് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. സർഗോത്സവം വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. UV സുഭാഷ് മാസ്റ്റർ, PM വത്സല, P പ്രേമവല്ലി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വായനശാല മ്യൂസിക് ക്ലബ്ബ് ഒരുക്കിയ വയലാർ ഗാനമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഞ്ഞിമംഗലം യൂണിറ്റിന്റെ മ്യൂസിക് ക്ലബ്ബ് ഉദ്ഘാടനവും വയലാർ അനുസ്മരണവും കണ്ടംകുളങ്ങര വയോജന വിശ്രമ മന്ദിരത്തിൽ നടന്നു. അധ്യാപികയും പ്രഭാഷകയുമായ ഡോക്ടർ സോന ഭാസ്കരൻ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഞ്ഞിമംഗലം യൂണിറ്റിന്റെ മ്യൂസിക് ക്ലബ്ബ് ഉദ്ഘാടനവും വയലാർ അനുസ്മരണവും കണ്ടംകുളങ്ങര വയോജന വിശ്രമ മന്ദിരത്തിൽ വെച്ച് നടന്നു. അധ്യാപികയും പ്രഭാഷകയുമായ ഡോക്ടർ സോന ഭാസ്കരൻ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നടത്തി. KSSPU കുഞ്ഞിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജനാർദ്ദനൻ വി അധ്യക്ഷനായി. KSSPU കുഞ്ഞിമംഗലം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ, VV ഗോവിന്ദൻ മാസ്റ്റർ, YV സുകുമാരൻ മാസ്റ്റർ, K. മനോഹരൻ മാസ്റ്റർ, KV രവീന്ദ്രൻ മാസ്റ്റർ, VP ലീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുഞ്ഞിമംഗലം ശിവരഞ്ജിനി സംഗീത ട്രൂപ്പിലെ ഗായികമാർ ഉദ്ഘാടന ചടങ്ങിൽ ബലികുടീരങ്ങളെ ഗാനമാലപിച്ചുകൊണ്ട് KSSPU മ്യൂസിക് ക്ലബിന് അനുഭവം പ്രകടിപ്പിച്ചത് ചടങ്ങിന് കൊഴുപ്പേകി. തുടർന്ന് വയലാറിന്റെ ഹൃദയസ്പർശിയായ സിനിമാ ഗാനങ്ങളും നാടകഗാനങ്ങളും കവിതയും ആലപിച്ചുകൊണ്ട് മധുരഗീതം സംഗീത ഗാനസന്ധ്യയും അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഒയോളം നാരായണൻ മാസ്റ്ററുടെ അങ്ങട് നോക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രഭാഷകനും എഴുത്തുകാരനുമായ MK ഗോപകുമാർ പുസ്തകം പ്രകാശനം ചെയ്തു. ഒയോളം നാരായണൻ മാസ്റ്ററുടെ അങ്ങട്ട് നോക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് പ്രഭാഷകനും എഴുത്തുകാരനുമായ MK ഗോപകുമാർ പുസ്തകം പ്രകാശനം ചെയ്തു. 5ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ പാവങ്ങൾ പോലെയുള്ള അതിപ്രസിദ്ധമായ നോവല് വായിച്ചിട്ട് അതിമനോഹരമായ അനുഭവങ്ങൾ പറയുന്ന ഒരു കാലമാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എഴുത്തിനെ വ്യവച്ഛേദത്തിൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥം ഇല്ല എന്ന് നമുക്ക് പറയാം. എങ്കിലും അതൊരു ശാഖയായി നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുണ്ണി മാഷക്കോ പ്രൊഫസർ ശിവദാസിനോ അല്ലെങ്കിൽ CP പള്ളിപ്പുറത്തിനോ മാലിക്കോ ഒന്നും കാര്യമായ ഒരു അവാർഡൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ അവഗണിക്കപ്പെടുന്ന ഒരു സംഭവമാണ് നരേന്ദ്രപ്രസാദ്. ഇങ്ങനെയുള്ള നിരവധി എഴുത്തുകാർ, കുഞ്ഞിക്കുഞ്ഞൊക്കെ വായിച്ച് വളർന്നവരാണ് നമ്മൾ. കുഞ്ഞിക്കുഞ്ഞൊക്കെ പറയിപ്പറ്റ പന്തിരുകുലം, ഇങ്ങനെയൊക്കെ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് വായിച്ച് വളർന്നിട്ടുള്ളത്. പക്ഷെ ഇവർക്കൊന്നും സാഹിത്യ മണ്ഡലത്തിൽ അർഹിക്കുന്ന വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നല്ല. മലയാളത്തിലെ പ്രമുഖ ബാലമാസികകളിൽ പ്രസിദ്ധീകരിച്ച കവിതകൾ ഉൾപ്പെടെ 44 കവിതകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രഞ്ജിത്ത് PV പുസ്തകം ഏറ്റുവാങ്ങി. KSSPU കയ്യൂർ ചീമേനി യൂണിറ്റ് കുടുംബമേളയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള കലാസമിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി PV രാജൻ പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ കയ്യൂർ GVHSS പ്രഥമാധ്യാപകൻ പ്രമോദ് ആലപ്പടമൻ അധ്യക്ഷനായി. K. ജയറാം പ്രകാശ്, രമ്യ പ്രസാദ്, ഒയോളം നാരായണൻ മാസ്റ്റർ, AN അശോക് കുമാർ, K. അച്യുത വാര്യർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. വടശ്ശേരി AKG സ്മാരക വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ബാൻഡ് സെറ്റ് അരങ്ങേറ്റം വായനശാല അങ്കണത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. വടശ്ശേരി AKG വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ബാൻഡ് സെറ്റ് അരങ്ങേറ്റം വായനശാലാങ്കണത്തിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതകൾക്കുള്ള ബാൻഡ് പരിശീലനം സംഘടിപ്പിച്ചത്. ബാൻഡ് സെറ്റിന്റെ അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. പഞ്ചായത്തുകളായാലും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും നമുക്ക് ഒരു ബാൻഡ് സെറ്റ് പരിശീലനം നൽകുകയും കൊടുക്കുകയും ചെയ്യുന്നത് എവിടെയും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നമ്മുടെ ഭരണസമിതിക്കകത്ത് നമുക്കൊരു ബാൻഡ് സെറ്റിൻ്റെ പരിശീലനം ഉണ്ടാക്കി നമുക്കത് കൊടുക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളത് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 3 ബാൻഡ് സെറ്റ് എന്ന രീതിയിൽ ഒരു പരിശീലനം നൽകാൻ വേണ്ടി വെച്ചത്.
അത് വെച്ചപ്പോൾ അത് ഒരു പഞ്ചായത്തിലാകുന്നതാണ് നല്ലത് എന്ന് കാണുകയാണ്. കാരണം ഈ 3 ബാൻഡ് സെറ്റിൽ നിന്നും നമുക്ക് ഏരിയ തലത്തിൽ ഒരു ബാൻഡ് സെറ്റിനെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷയായി. കെ പങ്കജാക്ഷൻ, മനോജ് TV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. OA റോയ്, OA ഷാജി എന്നിവരാണ് പരിശീലകർ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വയലാർ അനുസ്മരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗാനാർച്ചനയിൽ 3 തലമുറയിലെ ഗായകർ ഒത്തുചേർന്നു. 15ൽ പരം പാട്ടുകളാണ് ഗായകർ ആലപിച്ചത്. വ്യത്യസ്ത മേഖലകളിലുള്ള 10 ഗായകരാണ് വയലാർ രചിച്ച സിനിമാ ഗാനങ്ങൾ ആലപിച്ചത്. 6 വയസ്സുള്ള വിദ്യാർത്ഥിനി മുതൽ 65 വയസ്സുള്ളവർ വരെ മെലഡി ഗാനങ്ങളുമായി വയലാർ ഗാനാർച്ചനയിൽ പങ്കുചേർന്നു. MAM വായനശാലയിൽ നടന്ന വയലാർ അനുസ്മരണവും ഗ്രന്ഥശാല സംഘം സർഗോത്സവ വിജയികൾക്കുള്ള അനുമോദനവും പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ VK രതീശൻ ഉദ്ഘാടനം ചെയ്തു. മഹാനായ വയലാറിന്റെ അനുസ്മരണ പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. പപ്പാടിന്റെ ഒക്കെ പ്രസംഗം കേൾക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു പരിപാടിയിലും കൂടി പങ്കെടുക്കാനുണ്ട്. ഞാൻ പോയി വീണ്ടും തിരിച്ചു വരും. നിങ്ങളുടെ ഗാനങ്ങളൊക്കെ കേട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വയലാറിനെ കുറിച്ച് പറഞ്ഞാൽ മലയാളത്തിലെ കവിതകളെ സംഗീതവുമായി സമന്വയിപ്പിച്ച, സിങ്ക്രണൈസ് ചെയ്ത ഒരു മഹാനായ എഴുത്തുകാരനായിരുന്നു വയലാർ. ഒന്നും പറയാനില്ല. നമുക്ക് വയലാറിന്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ ഡെക്കേഡ്സ്, ദശാബ്ദങ്ങൾക്ക് ശേഷം ഇപ്പുറം ഗന്ധർവ സംഗീതം, അതുപോലെ ഇപ്പോൾ ഫ്ലവേഴ്സിൽ നടക്കുന്ന സംഗീത പരിപാടി, എല്ലാ പരിപാടികളിലും ഇപ്പോഴും നമ്മുടെ പിഞ്ചുകുട്ടികൾ, വയലാറിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാതിരുന്ന മക്കൾ ഇപ്പോഴും തെരഞ്ഞെടുക്കുന്നത് വയലാറിന്റെ ഗാനങ്ങളാണ്. ക്ലബ്ബ് പ്രസിഡന്റ് കക്കുന്നം പത്മനാഭൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV മനോജ്, ഗ്രന്ഥാലയം പ്രസിഡന്റ് V പവിത്രൻ മാസ്റ്റർ, സെക്രട്ടറി A സവിത എന്നിവർ സംസാരിച്ചു. സർഗോത്സവത്തിൽ വിജയികളായ ഗ്രന്ഥാലയം ബാലവേദിയിലെ 10ൽ പരം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാത്തിരിപ്പിനൊടുവിൽ തുലാപ്പത്ത് പിറന്നു. വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ഇനി മുതൽ അതീന്ദ്രിയ ഭംഗികളുടെ അനുഷ്ഠാന പെരുമ. ഇനി തെയ്യക്കാലം. കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളും തറവാടുമുറ്റങ്ങളും ഇനി കളിയാട്ടങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും അനുഷ്ഠാന മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകും. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വുമൺസ് പോളിടെക്നിക് കോളേജ് അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് 3.5 കോടി രൂപയുടെ ഭരണാനുമതി. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി എത്രയും വേഗത്തിൽ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് TI മധുസൂദനൻ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സതീശൻ പാച്ചേനി 3ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള തൃക്കരിപ്പൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി നടത്തിയെന്നാരോപിച്ച സംഘത്തിലേക്ക് UDF നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പശുവിനെ ആനയിച്ചു നടത്തിയ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.